ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ഇലക്ട്രീഷ്യൻ എക്സാം നവംബർ 25 ആണ്. ലൈൻമാൻ്റെ എക്സാം ഡിസംബർ 16 ആണ്. സോ അതിൻ്റെ ബേസിൽ നമ്മളൊരു ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ആണ്. 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു 70 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രകാരം നമുക്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് പഠിക്കാനുള്ള DC മെഷീൻസ് ആയിരുന്നു, മൊഡ്യൂൾ 5 ആയിരുന്നു. അതിൻ്റെ എക്സാം ഇന്ന് നമുക്ക് അക്കാഡമി ലൈവായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ആവുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ. രാവിലെ 10:30ക്കും 3 മണിക്കുമാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ നമ്മൾ അക്കാഡമിയിലെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 22 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത 50 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC ജേതാവ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ്സസ് എടുക്കുന്നത്. 23 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത 80 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻ CPO എക്സാം ദിശ. ഓക്കെ, അതുപോലെ തന്നെ പ്രയാണം 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ എക്സാം. അതുപോലെ തന്നെ 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ആരംഭം അതായത് 200 ഡേയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് 16 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്തു. 9 സെപ്റ്റംബറിലും 2nd അതുപോലെ 12 ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത LGS. ഇതെല്ലാം റണ്ണിങ് ആണ്. അപ്പോൾ അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇപ്പോൾ ഓൾഡ് ഫ്രൈഡേ 10 PM കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അന്നേരം തന്നെ ചോദിച്ചു അന്നേരം തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇപ്രാവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഓഫറാണ്, സെപ്റ്റംബറിലുള്ള ഒരു ഓഫറാണ് 12+2 കോംബോ. 12 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം കൂടി സൗജന്യമായി നൽകുന്നു. 26 സെപ്റ്റംബർ വരെ മാത്രമേ ഈ ഒരു ഓഫർ വാലിഡിറ്റി ഉള്ളൂ. പിന്നെ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചിലാണോ ചേരുന്നത് അതിൽ നിന്ന് 10% ഓഫുണ്ട്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഡെയിലി നടത്തുന്നുണ്ട്. ഇലക്ട്രിക്കലിൻ്റെയാണ്, നമ്മുടെ ഇലക്ട്രീഷ്യൻ എക്സാമിൻ്റെ ബേസ് ചെയ്താണ്. അതും വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ്. അതിന് എല്ലാവരും വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. ഓക്കെ, നമുക്ക് അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലോട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ അലുമിനിയം ആറ്റം? എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇറ്റ് ഹാസ് 13 ഇലക്ട്രോൺസ്. What is the unit of quantity of electricity? Quantity of electricity unit coulomb. Okay, what is the unit of quantity of electricity? It is coulomb. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the working temperature of electrician solder? Electrician solderന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? It is 185 degree Celsius. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിച്ച് കോമ്പോസിഷൻ ഓഫ് ടിൻ ആൻഡ് ലെഡ് ഈസ് യൂസ്ഡ് ഇൻ ഫൈൻ സോൾഡർ? ഫൈൻ സോൾഡറിൽ ഏതായിരിക്കും? 63% ടിന്നും 37% ലെഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇലക്ട്രീഷ്യൻ സോൾഡറിൽ ഏതായിരിക്കും അതിൻ്റെ കോമ്പോസിഷൻ? ടിൻ ലെഡ് കോമ്പോസിഷൻ ഏതായിരിക്കും? അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ഈക്വൽ ടു 1 മെഗാ ഓം? 1 മെഗാ ഓം എന്ന് പറയുമ്പോൾ 1 പിന്നെ എത്ര സീറോസും വേണം? 6 സീറോസും വേണം. ഓപ്ഷൻ A ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എഫർട്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് അയൺ? സോൾഡറിങ് അയണിന് ഏത് എഫർട്ട് ആയിരിക്കും? ദാറ്റ് ഈസ് ഹീറ്റിംഗ് എഫർട്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആറ്റം? ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആറ്റം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇറ്റ് ഈസ് 4. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നോർമൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് 1.5 സ്ക്വയർ mm കോപ്പർ കേബിൾ എന്നിട്ടുണ്ട് 16 ആംപിയർ. 1.5 സ്ക്വയർ mm കോപ്പർ കേബിൾ. വാട്ട് ഈസ് ദ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ കേബിൾ വെൻ പ്രൊട്ടക്റ്റഡ് ബൈ കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ? ഓക്കെ, കറണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എത്രയായിരിക്കും? ഇറ്റ് ഈസ് 16 ആംപിയർ അല്ല, അപ്പോൾ ഏകദേശം ഒരു 13 അടുപ്പിച്ച് ആംപിയർ വരും. 13 ആംപിയർ വരും. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം കണ്ടക്ടർ വെൻ കമ്പയർഡ് ടു കോപ്പർ കണ്ടക്ടർ ഓഫ് ദി സെയിം സൈസ്? ഏതായിരിക്കും? ഇറ്റ് ഈസ് 60.6% ആയിരിക്കും. 60.6%. പത്താമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോർ XLPE കേബിൾസ്? XLPE കേബിൾസ് എന്തായിരിക്കും ഫുൾ ഫോം? ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് ഹാവിംഗ് കറണ്ട് എന്നിട്ടുണ്ട് 2.5 ആംപിയർ, വോൾട്ടേജ് കറണ്ട് അറിയാം, വോൾട്ടേജ് അറിയാം. ആസ് പെർ ഓംസിലോ ചെയ്ത് നോക്കാം. ആൻസർ വന്നിട്ട് 92 ഓം കിട്ടും. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈച്ച് ക്ലോസ്ഡ് സർക്യൂട്ട് ദ സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0? ഏത് ലോ ആയിരിക്കും? സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0 ഇൻ എ ക്ലോസ് സർക്യൂട്ട് കിർച്ചോഫ് സെക്കൻഡ് ലോ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ? സെമി കണ്ടക്ടർ ആണെങ്കിൽ നെഗറ്റീവ്. In electrolysis, the positive electrode is called. Positive electrode ഏതാണ്? It is anode. അടുത്ത, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ? കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ എത്രയാണ്? 0.017 മൈക്രോ ഓമീറ്റർ. 0.017 മൈക്രോ ഓമീറ്റർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് EMF ഓഫ് ലെഗ്ലാൻഷെ സെൽ? ഇറ്റ് ഈസ് 1.5 വോൾട്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇഫ് 5 cells of 1.5 വോൾട്ട് ആർ കണക്റ്റഡ് ഇൻ പാരലൽ? ഓക്കെ, 5 cells ഉണ്ട്, 1.5 വോൾട്ട് പാരലാണ്. അപ്പോൾ എത്ര വരും?
ഇറ്റ് ഈസ് 1.5 വോൾട്ട് തന്നെ വരും. 1.5 വോൾട്ട് പാരലൽ അല്ലേ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഹാംഫുൾ ഗ്യാസ് ഇവല്യൂട്ട്സ് അറ്റ് ദ ടൈം ഓഫ് ചാർജിങ് എ ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ദ ബാറ്ററി ഈസ് കോൾഡ് വെൻ ദ ബാറ്ററി ഈസ് ചാർജ്ഡ് അറ്റ് വെരി ലോ റേറ്റ് ചാർജ് ചെയ്യുന്ന ഏത് മെത്തേഡാണ്? ഇറ്റ് ഈസ് ട്രിക്കിൾ ചാർജ് മെത്തേഡ്. ഇതൊക്കെ മെത്തേഡ്സ് ഒക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെത്തേഡ്സ് ഒക്കെ പഠിക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് ഓഫ് എ ലെഡ് ആസിഡ് സെൽ ഡ്യൂ ടു ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഇംപ്രോപ്പർ ഇലക്ട്രോലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഇസ് നോൺ ആസ്. ഇലക്ട്രോഡ്സ് ഒക്കെ ബെൻഡായി പോകുന്ന ഒരു പ്രോസസ്സാണ് ഓവർ ചാർജിങ് ഡിസ്ചാർജിങ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ടെമ്പറേച്ചറൊക്കെ കൂടുമ്പോൾ. അത് ഏതായിരിക്കും? ആ ഒരു കണ്ടീഷനെ പറഞ്ഞ പേരാണ് ബക്ലി. അപ്പോൾ ഓരോ നോക്കുക എന്താണ് സൾഫേഷൻ, സെഡിമെൻറ്റേഷൻ, ലോക്കൽ ആക്ഷൻ, ഇതെല്ലാം പഠിക്കാം. അതും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ലൈൻമാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ലൈവായിട്ടുള്ള ക്ലാസ്സിൽ വരാൻ നോക്കുക, ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇടാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് ഷെയർ ചെയ്യൂ. നമ്മൾ ലൈൻമാൻ്റെ ക്ലാസ്സും ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്